നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. അപ്പോൾ നമുക്ക് ഈ നോമ്പ് സമയത്തും അല്ലാത്തപ്പോഴും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണിത്. എല്ലാവർക്കും നമസ്കാരം. ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുമ്പോൾ മാവ് തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ഇതും തയ്യാറാക്കി എടുക്കേണ്ടത്. പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുക്കൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, കളർ കിട്ടണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ വെള്ളം ഇതിലേക്ക് കുറേശ്ശായി ചേർത്ത് കൊടുക്കണം. മൈദമാവല്ലേ, പെട്ടെന്ന് വെള്ളം കൂടിയാൽ പിന്നെ നമ്മൾ വീണ്ടും പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കുക. ഈത്തപ്പഴവും ബദാമും വെച്ചിട്ടുള്ള സ്നാക്സ് ഞാൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്പോൾ നോമ്പ് സമയമല്ലേ, അതുകൊണ്ട് നോമ്പിന് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ്, ചെയ്യാനും എളുപ്പമാണ്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ മാവിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി പറഞ്ഞാൽ അത്രയും കുറച്ചാണ് എടുക്കുന്നുള്ളത്. 2 ഗ്ലാസ് മൈദയല്ലേ ഉള്ളത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ, ഒരു കളറിന് മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ റെസിപ്പി തയ്യാറാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴവും ബദാമുമാണ്. അപ്പോൾ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, അതേപോലെ ബദാമും എടുത്തിട്ട് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തും കൊടുന്നാലും ഒന്ന് കഴുകി എടുക്കണ്ടേ, എന്നാലും മനസ്സിക്ക് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ മീതി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം തന്നെയാണ് എടുക്കാറ്. അതുപോലെ തന്നെ കുറച്ച് ബദാമും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ കളഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ കുരുള്ള സ്ഥാനത്ത് നമ്മൾ ബദാം വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ബദാം വെച്ച് ചെയ്യുക, അണ്ടിപ്പരിപ്പ് വെച്ച് ചെയ്യുക, നമുക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ അതൊക്കെ വെച്ച് ചെയ്തെടുക്കുക ഇതേപോലെ. അപ്പോൾ ബദാം വെച്ചിട്ടെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീട്ടിൽ അധികം ആളില്ലാത്ത കാരണം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, നമുക്ക് കഴിക്കാനുള്ളത് മാത്രം. ഇപ്പം നട്ട്സുകളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അവർക്കൊരു പലഹാരമായി, അതേപോലെ നട്ട്സ് നമുക്ക് എത്തുകയും ചെയ്യും. അപ്പം നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഓരോന്നോരോന്നായിട്ട് നിറച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതാ ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറേശ്ശായിട്ട് ബദാമും ഈത്തപ്പഴവും കൂടിയുള്ള ഈ കൂട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിത് പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അധികം എണ്ണ ഒന്നും ഇത് വലിച്ചെടുക്കില്ല. മൈദമാവിലേക്ക് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്ന കാരണം ഈ മാവിനൊരു ബലം കിട്ടും. അത് കുഴഞ്ഞ പോലെ ഉണ്ടാവില്ല നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇതിൽ എണ്ണ വലിച്ചെടുക്കില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം നമ്മൾ ഫ്രൈ പാനിൽ ചെയ്യുന്നേക്കാളും നല്ലത് ഇതേപോലെ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ അധികം എണ്ണക്കൊന്നും നമുക്ക് ചിലവുണ്ടാവില്ല. ഇനി നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. ഈത്തപ്പഴം ബദാമും ഉണ്ടെങ്കിൽ വൈകുന്നേരത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണിത്.
ഈത്തപ്പഴവും ബദാമും വെച്ചിട്ട് ഈ റെസിപ്പി തയ്യാറാക്കൽ കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.